കഴിഞ്ഞ തവണ ഇതാ ചേട്ടൻ ഒന്നാമതെത്തിയ വേദിയിൽ ഇക്കുറി അനിയനാണ് മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്. അതും ചേട്ടന്റെ ശിക്ഷണത്തിൽ കേട്ടോ. വേദിയിൽ ഇളയ മകൻ ഓട്ടം തുള്ളൽ അവതരിപ്പിക്കുമ്പോൾ മൂത്ത മകൻ അവന് പാട്ട് പാടുന്നത് സദസ്സിലിരുന്ന് കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അച്ഛൻ ജയകുമാർ. വേദിയിൽ അനിയന്റെ താളത്തിന് ചേട്ടന്റെ പാട്ട്. സംസ്ഥാന കലോത്സവത്തിൽ സ്വാമിനാഥിനിത് കന്നി അംഗം. ആദ്യ വേദിയിൽ അനിയന് വേണ്ടി പാടി ശബരിനാഥ്. ആദ്യമായിട്ട് ഏട്ടൻ്റെ പാട്ടിങ്ങനെ സ്റ്റേറ്റ് കലോത്സവത്തിൽ കേൾക്കുന്നത്. ഏട്ടപ്പം ആദ്യമൊക്കെ തെറ്റുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പിന്നെ ഓർത്ത് ചേട്ടനല്ലേ എന്ത് തെറ്റാനാ, ചേട്ടൻ കുറേ പ്രാക്ടീസ് ചെയ്യാന്ന് ചെയ്യിപ്പിച്ചേ. അച്ഛനും പ്രാക്ടീസ് ചെയ്ത് അതിനേക്കാളും കൂടുതൽ ചേട്ടനാ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചേ. അതുകൊണ്ട് പിന്നെ പേടിയൊന്നും ഉണ്ടായില്ല. പിന്നെ അച്ഛനും പുറത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ടെൻഷൻ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അവന് ചെയ്യാൻ ഉള്ള ഒരു ഇതുണ്ട് എന്ന് എനിക്ക് മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ കാര്യത്തിൽ മാത്രമേ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടനായിരുന്നു ആദ്യം കളിച്ചോണ്ടിരുന്നേ ഭഗവതം. പിന്നെ ഞാൻ എന്തോ കിരാതമായിരുന്നു ഞാൻ കളിച്ചോണ്ടിരുന്നേ. ചേട്ടൻ കുറെ കളിച്ച് ഇങ്ങനെ നേടുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഈ കഥ കളിച്ച് എന്താ നേടിയ ഞാനപ്പോൾ ഇങ്ങനെ ഈ കഥ കളിച്ചു തുടങ്ങി. അച്ഛൻ പഠിപ്പിച്ചു തന്നത് ഞാൻ പഠിക്കുന്നു, അത് തന്നെ അനിയനും പഠിക്കുന്നു. കഴിഞ്ഞ കലോത്സവത്തിന് കളിച്ചത് ഇതേ കഥ തന്നെയാണ്. അപ്പോൾ അത് വളരെയധികം സന്തോഷമാണ്. ഓരോ പിണ്ടമുരുട്ടിയുമുണ്ട്, ഓരോ പിണ്ടമുരുട്ടിയുമുണ്ട്. നാരായണ ജയ നാരായണ ജയ നാരായണ ഭഗവാനേ ജയ ജയ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്ത് വേദിയിൽ എൻ്റെ മകൻ്റെ തുള്ളൽ കാണുന്നത്. എൻ്റെ മൂത്ത മോൻ്റെ തുള്ളൽ പോലും ഞാൻ പുറത്തിരുന്ന് കണ്ടിട്ടില്ല. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അത് സത്യത്തിൽ വേദിയിൽ ഇവർ അവതരിപ്പിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നന്നായിട്ട് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അച്ഛന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഒരിക്കൽ അച്ഛൻ പാടിയ പാട്ട്, അച്ഛൻ പഠിപ്പിച്ച കലകൾ ഒരേ വേദിയിൽ മക്കൾ അവതരിപ്പിക്കുമ്പോൾ ഒരു തലമുറ മാറ്റത്തിന്റെ താളവും ഭംഗിയും അതിലും കാണാം. കലോത്സവ നഗരിയിൽ നിന്നും മഹേഷ് കുമാറിനൊപ്പം സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.